ബോട്ടിംഗ് പെരിയാർ ലേക്കിലെ ബോട്ടിംഗ് ആണിത്. തേക്കടിയിലെ പെരിയാർ ലേക്ക്. ആൾക്കാർ ക്യൂ നിന്ന് അവരുടെ സീറ്റ് നമ്പർ കൺഫേം ചെയ്യുകയാണ്. ബോട്ടിൽ കയറാൻ വേണ്ടി അവിടെ നിന്നുകയാണ്. ഇതാണ് ബോട്ട്. 2 വൈറ്റ് ബോട്ടും 2 ഗ്രീൻ ബോട്ടാണുള്ളത്. എനിക്ക് കിട്ടിയത് ഗ്രീൻ ബോട്ടാണ്. ഈ കാണുന്ന ഗ്രീൻ ബോട്ട് ഫസ്റ്റ് ബോട്ടിലാണ് ഞാൻ കയറിയത്. ഈ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 7:30 മുതലാണ്. 1.5 മണിക്കൂർ ഇടവിട്ട് നമുക്ക് ബോട്ടിംഗ് സൗകര്യമുണ്ട്. ലാസ്റ്റ് വരുന്നത് 3:30ക്കാണ്. ഞാൻ ഈ 3:30യുടെ ബോട്ടിലാണ് കയറിയത്. ഒരാൾക്ക് 255 രൂപയാണ് ഇതിൻ്റെ എൻട്രൻസ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ എത്താൻ മെയിൻ എൻട്രൻസിൽ 75 രൂപ കൊടുക്കണം. 30 രൂപ ബസ് ടിക്കറ്റും 45 രൂപ എൻട്രൻസ് ഫീസുമാണ്. നമ്മുടെ ബോട്ട് കായലിൽ കൂടെ പോകാൻ തുടങ്ങി. നല്ല കാഴ്ചകൾ കാണാൻ പറ്റും ഈ ബോട്ട് സഫാരി ചെയ്താൽ. വന്യമൃഗങ്ങളെയും കാണാൻ പറ്റും. ഇതാ ഒരു കൊമ്പൻ മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഒറ്റക്കാണ് കൊമ്പൻ. ഇവൻ്റെ കൂടെ ആരുമില്ലെന്ന് തോന്നുന്നു. ചില സമയം കാട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും. വെള്ളം കുടിക്കാൻ വന്നതായിരിക്കാം. സാധാരണ കൂട്ടത്തെയാണ് കാണാറ്. ഇന്ന് ഇവൻ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും. വേറെ വന്യമൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല. കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ ദൂരെയായിരുന്നു. അതുകൊണ്ട് ക്ലിയറായി കാണാൻ പറ്റില്ല. ഒരു ബൈനോക്കുലർ ഉണ്ടായിരുന്നെങ്കിൽ ക്ലിയറായി കാണാൻ പറ്റുമായിരുന്നു. പിന്നെ കുറച്ച് മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ ഓന്ത, അങ്ങനെ എന്തോ, ഓന്തല്ല, ഉടുമ്പിനി അറ്റം ഉണ്ടായിരുന്നു. ദൂരെയായിരുന്നു. അത് മനസ്സിലായില്ല. വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. വേറെ വന്യമൃഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. വൈകുന്നേരമായതുകൊണ്ടായിരിക്കാം. രാവിലെ ആയിരിക്കും ഇവരെല്ലാം വെള്ളം കുടിക്കാൻ വരുന്നത്. ബോട്ട് കായലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. നല്ല സീനറി കാണാൻ പറ്റും. ഇതൊക്കെ അടിപൊളി സീനാണ്. നല്ല വ്യൂസാണ്. പുറകിൽ മലകളും ചെറിയ ദ്വീപ് പോലെയായി അടിപൊളിയാണ് കാണാൻ. ഇതിൽ കൂടിയുള്ള 1.5 മണിക്കൂർ പോയതറിഞ്ഞിട്ടില്ല. പണ്ട് ഇതൊക്കെ കാടായിരിക്കാം. അതുകൊണ്ടാണ് ഈ കായൽ നടുക്കെല്ലാം കുറേ പഴയ മരത്തിൻ്റെ കുറ്റികൾ കാണാം. മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായതാണ് ഈ ലേക്ക്, പെരിയാർ ലേക്ക്. മുമ്പ് ഇവിടെ കാടായിരിക്കും. പണ്ടത്തെ മരത്തിൻ്റെ അവശിഷ്ടം. നല്ല മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് വെയിലൊന്നുമില്ല. വീഡിയോസും ക്ലിയർ കുറവാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. കൂടെ വന്ന ബോട്ടെല്ലാം തിരിച്ചു പോകാൻ തുടങ്ങി. നമ്മുടെ ബോട്ടും കുറച്ച് മുന്നോട്ട് പോയി ഇപ്പോൾ തിരിച്ചു വരും. ഇതൊക്കെ നമ്മുടെ ഇവിടെ വന്ന ബോട്ടിലെ ആൾക്കാരാണ്. ടോട്ടൽ 4 ബോട്ടുണ്ടായിരുന്നു. ഈ ബോട്ടെല്ലാം തിരിച്ചു പോവുകയാണ്. ഇതിൽ കയറിയ 1.5 മണിക്കൂർ പോയതറിഞ്ഞിട്ടില്ല. അടിപൊളി സീനായിരുന്നു. അടിപൊളി യാത്രയായിരുന്നു. അടിപൊളി വ്യൂസും. ഈ സീനെല്ലാം കാണാൻ അടിപൊളിയല്ലേ. ഇത് കാണാൻ ഇവിടെ തന്നെ വരുന്നു. പെരിയാറിലേക്ക് തേക്കടി കുമളിയിൽ നമ്മൾ പോകുമ്പം കണ്ട ആന തിരിച്ച് അവിടെ തന്നെയുണ്ട്. അപ്പം പോയിട്ടില്ല. നമ്മളെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒറ്റക്കൊമ്പൻ. അവനോടൊരു ഹായ് പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞു കാണിച്ചു. നമ്മൾ ബായ് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്.
അവൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുവാൻ തോന്നുന്നു. അവനിപ്പോൾ ഒരു ഹായ് പറഞ്ഞു. ഒറ്റക്കൊമ്പൻ. നമ്മൾ പോയാൽ ഇനി കാട്ടിലേക്ക് കയറിപ്പോകും. ഇവനെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ, വേറെ മെയിനായിട്ട് വന്യമൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്ത് തന്നെ എത്തി. അതുവരെ കാണുന്നതാണ് ടിക്കറ്റ് പോയിന്റ്. നമ്മുടെ ബോട്ട് കരയിലേക്ക് അടുപ്പിക്കുകയാണ്. ഇവിടെ എത്താൻ നമുക്ക് കുമ്മുടിയിൽ വന്നാൽ മതി. കുമ്മുടിയിൽ നിന്ന് ഈ മെയിൻ ടിക്കറ്റ് കൗണ്ടറുണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ബസ്സിൽ അങ്ങോട്ട് വരാം. ബോട്ടിൽ നിന്ന് ഇറങ്ങി, ആൾക്കാരൊക്കെ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നു. ഇവിടെയൊക്കെ ആന വരുന്ന സ്ഥലമാണ്. ആനപ്പിണ്ടം ഉണ്ടായിരുന്നു അവിടെയെല്ലാം. തിരിച്ചു പോകേണ്ട ബസ് വന്നു. ഇതിൽ കയറി തിരിച്ചു പോകണം. അവിടെ എത്തി ഇറങ്ങി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.